ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാം തുറന്നു. കുറുമാലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മയക്കുമരുന്നിനെതിരെ CPM പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യക്കോട്ട സംഘടിപ്പിച്ചു. മന്നം മുതൽ വഴിക്കുളങ്ങര വരെയുള്ള മനുഷ്യക്കോട്ടയ്ക്ക് ശേഷം നടന്ന സമ്മേളനം മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാം തുറന്നു. റൂൾ കർവ് നിർദ്ദേശിക്കുന്നതിലധികം കൂടുതൽ ജലനിരപ്പ് എത്തിയതോടെയാണ് അധിക ജലം കുറുമാലി പുഴയിലേക്ക് ഒഴുകുന്നത്. ഡാം തുറന്നതോടെ കുറുമാലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ചെറിയ തോതിൽ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 12 ഘനമീറ്റർ ജലമാണ് പുഴയിലേക്ക് ഒഴുക്കുന്നത്. ഇതോടെ ചിമ്മിനി ജലവൈദ്യുത പദ്ധതിയുടെ വൈദ്യുതോൽപാദനവും ആരംഭിച്ചു. ഡാം തുറന്നതോടെ കുറുമാലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ചെറിയ തോതിൽ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈദ്യുതോൽപാദനത്തിനായി KSEB വാൽവിലൂടെ 1 സെക്കൻഡിൽ 6.36 ഘനമീറ്റർ ജലവും റിവർ സ്ലൂയിസിലൂടെ സെക്കൻഡിൽ 6.36 ഘനമീറ്റർ ജലവുമാണ് തുറന്നുവിടുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 മുതലാണ് ഘട്ടം ഘട്ടമായി അധിക ജലം ഒഴുക്കി തുടങ്ങിയത്. ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും കുട്ടികളും പുഴയിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. 76.40 മീറ്റർ വരെ വെള്ളം സംഭരിക്കാവുന്ന ചിമ്മിനിയിൽ ബുധനാഴ്ച വൈകിട്ട് 66.45 മീറ്റർ മാത്രമാണ് ജലനിരപ്പ്. ഡാമിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. മയക്കുമരുന്നിനെതിരെ CPM പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യക്കോട്ട സംഘടിപ്പിച്ചു. ചേന്നമംഗലം കൂട്ടക്കൊലപാതകത്തിൽ പരിക്കേറ്റ ജിതിൻ ബോസ് മന്നത്ത് ആദ്യ കണ്ണിയായി. വഴിക്കുളങ്ങരയിൽ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ശ്രീഹരി അവസാന കണ്ണിയായി അണിചേർന്നു. മന്നം മുതൽ വഴിക്കുളങ്ങര വരെയുള്ള മനുഷ്യക്കോട്ടയ്ക്ക് ശേഷം പറവൂർ പഴയ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന സമ്മേളനം മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ വർഗീയമായി ചിന്തിപ്പിച്ച് പരസ്പരം ശിഥിലീകരിച്ച് ഐക്യമുണ്ടാക്കാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയണമെങ്കിൽ ഈ ശിഥിലീകരിക്കപ്പെട്ട പരസ്പരം പോരടിപ്പിക്കുന്ന മനുഷ്യന്റെ മനസ്സുകളെ കൂടുതൽ സ്വാധീനിക്കണം, മനസ്സുകളെ ദുർബലമാക്കണം, മനസ്സിന്റെ ചിന്തയുടെ ഷാർപ്പ്നെസ്സിനെ കുറയ്ക്കണം. മനസ്സുകൊണ്ട് ഉന്മാദഭാവങ്ങളെ വളർത്തി വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധം ഉണർത്താതിരിക്കുവാനുള്ള വലിയ ശ്രമം നടത്താനുള്ള ഏറ്റവും വലിയ ഉപകരണം. സംസ്ഥാന കമ്മിറ്റി അംഗം S. ശർമ്മ അധ്യക്ഷത വഹിച്ചു. CPM നേതാക്കളായ CB ദേവദർശന, TV നിധിൻ, PS ശൈല, SNDP യോഗം പറവൂർ യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി, ചുമർ ചിത്രകാരൻ സാജു തുരുത്തിൽ, നടൻ വിനോദ് കെടാമംഗലം, ഗായകൻ ഓയൂഷ് ബഷീർ, കൗൺസിലർ NI പൗലോസ്, KJ ഷൈൻ, TR ബോസ്, MV ജോസ് എന്നിവർ സംസാരിച്ചു. മന്നത്ത് നടന്ന സമ്മേളനം മഹല്ല് കമ്മിറ്റി ജില്ലാ ചെയർമാൻ ഷാജഹാൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. തെക്കേ നാലുവഴിയിൽ ഡോൺ ബോസ്കോ പള്ളി വികാരി ഫാദർ പ്രിൻസ് പടമാട്ടുമൽ ഉദ്ഘാടനം ചെയ്തു. വഴിക്കുളങ്ങരയിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KA വിദ്യാനന്ദൻ അധ്യക്ഷനായി. മീഡിയ ടൈം, പറവൂർ. സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജാഗ്രതയുടെ ഭാഗമായി എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച മുതൽ കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാൻ സാധ്യതയുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്നുള്ള ഒഡീഷയുടെ വടക്കൻ തീരം, ഗംഗാതട, പശ്ചിമ ബംഗാൾ എന്നിവയുടെ മുകളിലായി ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാം സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ തീവ്രവും ശക്തവുമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ജൂൺ 14-ന് കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ.
അഷ്ടമിച്ചിറ പുല്ലംകുളങ്ങര പാടശേഖരത്തിലേക്ക് അറവുശാല മാലിന്യം തുറന്നുവിട്ടതോടെ 30ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. അനധികൃത അറവുശാലകൾ അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട BJP മാള പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അവിടെയുള്ള ജനങ്ങൾ നിത്യരോഗികളായി മാറുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് വേറൊരു ഗുണമുണ്ടാവില്ല. നമുക്കറിയാലോ, ഇതിന്റെ മെയിൻ ഉത്തരവാദി ശരിക്കും പറയുന്ന പ്രതി എന്ന് പറയുന്നത് മാള പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളാണ്. ഇന്ന് LDF ഭരണസമിതിയാണ് ഇന്ന് മാള പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ ഭരണകൂടം, LDFന്റെ ഭരണകൂടം എന്നും അവർ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങളാണ് LDFന്റെ എന്നാണ് അവർ പറയുന്നത്. BJP മാള ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് അജിത് മേൽവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. അഷ്ടമിച്ചിറ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് NP സുധീർ, BJP സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് KK അജയ്കുമാർ, മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, ജനറൽ സെക്രട്ടറിമാരായ CS അനുമോദ്, ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി ജോയ് മാതിരപ്പിള്ളി, ഷാജു മറ്റത്തിൽ, PV ബിനി, ദേവസിക്കുട്ടി, N ചങ്കൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മാള ആൽഫ പാലിയേറ്റീവ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 14 വരെ 4 ദിവസങ്ങളിലായി നടക്കുന്ന സ്ഥാനാർബുദ പരിശോധന ക്യാമ്പിന് തുടക്കമായി. ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഡോക്ടർ രാജു വർഗീസ് ചെല്ലക്കുടം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് അത് അതുപോലെ തന്നെ മിടുക്കരായ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, അതുപോലെ എല്ലാ സൗകര്യങ്ങളും. അതിൻ്റെ ഒരു ഏർലി സ്റ്റേജിൽ പോലെ നമ്മളോട് ചെയ്യുന്നത് ഒരു ഡിറ്റക്ഷൻ ക്യാമ്പ് അത് ഭംഗിയായിട്ട് കഴിയട്ടെ. ഇതിലുള്ള ആർക്കും തന്നെ ഉണ്ടാകില്ല എന്നുള്ള ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഈ വരണം, ഇതുപോലെ നമുക്ക് ചെയ്യാം. 4 ദിവസത്തെയാണ്. അഷഫ് പറഞ്ഞ പോലെ 4 ദിവസമുണ്ട്. ഒരു ഇന്ത്യയുടെ കണക്ക് പറയുകയാണെങ്കിൽ പറയുന്നത് ഏകദേശം 5 മില്യൺ സ്ത്രീകൾക്കാണ് ഇവിടെ ഓരോ വർഷവും 5 മില്യൺ ആളുകൾക്കാണ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നത്. അതായത് ആകെയുള്ള ക്യാൻസറിൻ്റെ ഏകദേശം 20-25% ബ്രസ്റ്റ് ക്യാൻസറാണ്. AA അഷറഫ് അധ്യക്ഷത വഹിച്ചു. പ്രസിദ്ധ ഓൺകോളജിസ്റ്റ് ഡോക്ടർ ഗംഗാധരൻ നേതൃത്വം നൽകുന്ന കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ചാലക്കുടി അടിപ്പാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ശ്രമിക്കാത്ത MP, MLA, നഗരസഭാ ചെയർമാൻ എന്നിവരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിപ്പാതയിൽ LDF കൗൺസിലർമാർ ധർണ നടത്തി. LDF കൺവീനർ TP ജോണി ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ അധ്യക്ഷനായി. CS സുരേഷ്, VJ ജോജി, KA അജിതൻ, പോളി ഡേവിസ്, PS സന്തോഷ്, ജിൽ ആന്റണി, VI പോൾ, ജോസ് പൈനാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. CPIM കോടശ്ശേരി ലോക്കൽ കമ്മിറ്റി, കർഷക സംഘം കോടശ്ശേരി മേഖലാ കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചാലക്കുടി പരിയാരം കർഷക സമരത്തിന്റെ 77ാമത് വാർഷിക ദിനാചരണം നടന്നു. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി TR ബാബു അധ്യക്ഷനായി. EA ജയതിലകൻ, CK ശശി, ശകുന്തള വത്സൻ, KV ബാബു, MA ജോസ്, VS ചന്ദ്രദാസ്, PV സൗന്ദർരാജ് എന്നിവർ സംസാരിച്ചു. ജനങ്ങളുടെ അജ്ഞതയെ മുതലെടുത്ത് ഗുരുദേവ സന്ദേശങ്ങളെയും ഗുരുദേവനെയും വികലമാക്കുന്ന തരത്തിൽ ചിലർ പ്രഭാഷകരെന്ന രൂപത്തിൽ രംഗപ്രവേശം ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെയുള്ളവരുടെ കെണിയിൽ ഈ സമൂഹം വീഴരുതെന്നും സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഗുരുദേവന്റെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്നും സ്വാമി പറഞ്ഞു. കോട്ടപ്പുറം ഗുരുശ്രീ ട്രസ്റ്റിന്റെ 18ാമത് പ്രതിഷ്ഠാ ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമരിപ്പാടം ശ്രീ ഗുരു നാരായണാശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. കൊടുങ്ങല്ലൂർ യൂണിയൻ ചെയർമാൻ PK രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് ഇന്ദിര ജഗദീശൻ അധ്യക്ഷത വഹിച്ചു. മഹാഗുരുപൂജയ്ക്ക് നാരായണൻകുട്ടി തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ MK തിലകൻ, ഡിൽഷൻ കൊട്ടേക്കാട്, KD വിക്രമാദിത്യൻ, ജോളി ഡിൽഷൻ, ഷിയ വിക്രമാദിത്യൻ, ട്രസ്റ്റ് സെക്രട്ടറി ചന്ദ്രിക ശിവൻ, സുലേഖ അനിരുദ്ധൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാള വടമയിൽ പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ വടമ പാമ്പുമേക്കാട് കുന്നത്തുനാട് അഴീക്കോട്ടുകാരൻ വീട്ടിൽ 22 വയസ്സുള്ള രാഹുലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാഹുലിന് മാള പോലീസ് സ്റ്റേഷനിൽ 2 പോക്സോ കേസും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനും മദ്യപിച്ച് വാഹനമോടിച്ചതിനും ഓരോ കേസുകളും, അമിത വേഗത്തിൽ വാഹനമോടിച്ച് മറ്റൊരാൾക്ക്
ഗുരുതര പരിക്കേൽക്കാൻ ഇടയായതിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുമുണ്ട്. ഇൻസ്പെക്ടർ അരുൺ BK, SI-മാരായ സജിൽ, ബാബു, ASI സ്വപ്ന, CPO-മാരായ ഗോപേഷ്, ഷമീർ, ജാക്സൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംസ്കാര സാഹിതി കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി മുഹമ്മദ് അബ്ദുറഹ്മാൻ അനുസ്മരണവും അംഗത്വ വിതരണവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സെമിനാറും സംഘടിപ്പിച്ചു. സംസ്കാര സാഹിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗിന്നസ് സത്താർ ആദൂർ ഓർമ്മയിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സംസ്കാര സാഹിതി നിയോജക മണ്ഡലം ഭാരവാഹികളായി തെരഞ്ഞെടുത്ത ചെയർമാനായ KR നിതീഷ് കുമാറിനെയും ജനറൽ കൺവീനറായ PS ഷാഹിറിനെയും ട്രഷറായി ഇസഹ ഹുസൈനെയും മണ്ഡലം ചെയർമാനെയും കൺവീനർമാരെയും മറ്റു ഭാരവാഹികളെയും ഷാളണിയിച്ചുകൊണ്ട് സംസ്കാര സാഹിതി ജില്ലാ പ്രസിഡന്റ് അധികാര കൈമാറ്റം നടത്തി. ജില്ലാ സെക്രട്ടറി K സഫർ അലി ഖാൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യാപക ജേതാവ് PS സീതി അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ കൺവീനർ അനിൽ സാമ്രാട് അംഗത്വ വിതരണം നടത്തി. NK ഇക്ബാൽ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. DCC സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, CC ബാബുരാജ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ സുനിൽ P മേനോൻ, PB മൊയ്തു, KSU സംസ്ഥാന കമ്മിറ്റി അംഗം ആസിഫ് മുഹമ്മദ്, ഹംസ കാക്കശ്ശേരി, പ്രതാപൻ നെല്ലിക്കത്തറ തുടങ്ങിയവർ സംസാരിച്ചു. മേലൂർ പൂലാനി വിഷ്ണുപുരം ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതനിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. ചാലക്കുടി കോസ്മോസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB അരുൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജഗത് ഗുരു ട്രസ്റ്റ് സെക്രട്ടറി KP ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക റോഷ്നി CM, ജഗത് ഗുരു ട്രസ്റ്റ് ഡയറക്ടർ V രാധാകൃഷ്ണൻ, സ്കൂൾ വിദ്യാലയ സമിതി രക്ഷാധികാരി V വേണുഗോപാൽ, വിദ്യാലയ സമിതി സെക്രട്ടറി പ്രകാശൻ MB, ക്ഷേമസമിതി പ്രസിഡന്റ് മനോജ് PM, മാതൃസമിതി പ്രസിഡന്റ് വിജി ജിബീഷ്, വൈസ് പ്രസിഡന്റ് സൗമ്യ ജയൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാം തുറന്നു. കുറുമാലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മയക്കുമരുന്നിനെതിരെ CPM പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യക്കോട്ട സംഘടിപ്പിച്ചു. മന്നം മുതൽ വഴിക്കുളങ്ങര വരെയുള്ള മനുഷ്യക്കോട്ടയ്ക്ക് ശേഷം നടന്ന സമ്മേളനം മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.